നമസ്കാരം, ഞാൻ തോമസ്. ഒരു ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ. ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സേവ് ആപ്പ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി, തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, മൊബൈൽ ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് എന്നുള്ളത്. ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് റെഫർ ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് കൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം സെലിബ്രിറ്റീസിനെ ഒന്നും ഉപയോഗിക്കാതെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡയറക്റ്റ് സെയിൽസ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ആപ്ലിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഇത് ജനങ്ങളിലേക്ക് എത്തില്ല. അത് ജനങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യണം. അത് സെലിബ്രിറ്റി ആണെങ്കിൽ, ഒരു ഷാറൂഖ് ഖാനോ മമ്മൂട്ടിയോ അങ്ങനെയുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർക്ക് കോടികൾ കിട്ടുമെന്നല്ലാതെ അത് ഉപയോഗിക്കുന്ന സാധാരണക്കാരായ എനിക്കോ നിങ്ങൾക്കോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ വരുമാനം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് തീർച്ചയായും പലർക്കും ഒരു സംശയമുള്ളത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആളെ ചേർക്കുന്ന ഏർപ്പാടല്ലേ, അത് ലീഗലാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് 2021 കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ച കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് 2021, ഇത് പ്രകാരമാണ് ഇന്ത്യയിലെ എല്ലാ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും പ്രവർത്തിക്കേണ്ടത്. റൂൾ നമ്പർ 1 ഇതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെൻറ്റ്, പിന്നെ ഇത് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുന്നത്, ഇതിൻ്റെ ഡെഫിനിഷൻസ്, മാൻഡേറ്ററി മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ഒബ്ലിഗേഷൻസ് ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റി, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഡയറക്റ്റ് സെല്ലറുടെ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങളുള്ളത്, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല, ഇ കൊമേഴ്സ് റൂൾസ് എന്തൊക്കെയാണ്, പ്രൊഹിബിഷൻ ഓഫ് പിരമിഡ് സ്കീം ആൻഡ് മണി സർക്കുലേഷൻ സ്കീം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പിരമിഡ് സ്കീം, എന്താണ് മണി സർക്കുലേഷൻ, ഇതും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുമായിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, പിരമിഡ് സ്കീം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് റൂൾസിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മണി സർക്കുലേഷൻ സ്കീം എന്താണെന്നുള്ളത് PCMC, പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട്, ആ ഒരു ആക്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ കാറ്റഗറിയിൽ വരുന്നത് ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളല്ല. റൂൾ നമ്പർ 11 ആയിട്ട് മോണിറ്ററിങ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതിൻ്റെ ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു അതോറിറ്റിയെ, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരു അതോറിറ്റിയെ നിയമിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ദിസ് ഷാൽ കം ടു ഫോഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് ദെയർ പബ്ലിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 2021 ഡിസംബർ 28 മുതലാണ് ഈ റൂൾസ് അപ്ലിക്കബിൾ ആവുന്നത്. അതിനുശേഷം ഏതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂൾസ് പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ റൂൾസ് പാലിച്ച് വർക്ക് ചെയ്യുന്ന കമ്പനികൾക്കെല്ലാം ഇന്ത്യയിൽ ഡയറക്റ്റ് സെയിൽസിലൂടെ, നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സിലൂടെ പ്രൊഡക്ട്സ് ഓർ സർവീസസ് വിറ്റഴിക്കാൻ പറ്റും. അത് ലീഗലി അലൗഡ് ആണ്. ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റി മീൻസ് ദ പ്രിൻസിപ്പൽ എൻറ്റിറ്റി വിച്ച് സെൽസ് ഓർ ഓഫേഴ്സ് ടു സെൽ ഗുഡ്സ് ഓർ സർവീസസ് ഡയറക്ട്ലി ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ്. ഇത് 2023 അമെൻമെൻറ്റിൽ ആഡ് ചെയ്തിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് 2023 ജൂൺ 21 അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സിലൂടെ പ്രൊഡക്ട്സ് ഓർ സർവീസസ് മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ പറയുമ്പോഴത്തേക്കും ആളുകൾ കമ്പയർ ചെയ്യുന്നത് പിരമിഡ് സ്കീമുമായിട്ടാണ്. പിരമിഡ് സ്കീം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിരമിഡ് സ്കീം മീൻസ് എ മൾട്ടി ലെയർഡ് നെറ്റ്വർക്ക് ഓഫ് സബ്സ്ക്രൈബേഴ്സ് റിസീവ് എനി ബെനിഫിറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആസ് എ റിസൾട്ട് ഓഫ് എൻറോൾമെൻറ്റ്. ഒരാളെ എൻറോൾ ചെയ്യുമ്പോൾ, നെറ്റ്വർക്കിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പിരമിഡ് സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്സിൽ ഒരിക്കലും സാധാരണഗതിയിൽ ആളുകൾ പറയുന്ന രീതിയുണ്ടല്ലോ, ആളെ ചേർക്കുമ്പോഴൊന്നും പൈസ കിട്ടില്ല. അങ്ങനെ പൈസ കിട്ടുന്ന പരിപാടിയാണെങ്കിൽ അത് പിരമിഡ് സ്കീമാണ്. അതൊരിക്കലും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ബിസിനസ്സാണത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓർ സർവീസസ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇവിടെ 3 GA എന്നുള്ള ഒരു ക്ലോസ് കാണാം നമുക്കിവിടെ. നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ മീൻസ് എ നെറ്റ്വർക്ക് ഓഫ് ഡയറക്റ്റ് സെല്ലേഴ്സ് ഫോംഡ് ബൈ എ ഡയറക്റ്റ് സെല്ലിംഗ് എൻറ്റിറ്റി ടു സെൽ ഗുഡ്സ് ഓർ സർവീസസ് ഫോർ ദ പർപ്പസ് ഓഫ് റിസീവിങ് കൺസിഡറേഷൻ സോൾലി ഫ്രം സച്ച് സെയിൽ. ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട്
എഫേർട്ട് എടുത്ത ആ ഡയറക്റ്റ് സെല്ലറിന് അവകാശപ്പെട്ടതാണ്. അത് കൊടുക്കാവുന്നതാണ്. MLM-നെ പറ്റിയുള്ള കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും, അല്ലെങ്കിൽ പേപ്പറിലൊക്കെ കാണുന്നത് ആളെ ചേർക്കുന്ന പരിപാടിയാണ്, അതിലൂടെ ആൾ വഞ്ചിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള പറഞ്ഞു. പക്ഷേ കൃത്യമായിട്ട് നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് വഞ്ചിക്കപ്പെടാതെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഗുണങ്ങൾ അനുഭവിക്കാൻ പറ്റും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി ഒരാളെ ചേർക്കുമ്പോൾ കാശ് തരാമെന്ന് പറയുകയാണെങ്കിൽ അത് ഇല്ലീഗലാണ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒരിക്കലും നിങ്ങൾക്ക് ആളെ ചേർക്കുമ്പോൾ പൈസ കിട്ടില്ല. ഒരാൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ അവർ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് ലീഗലായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. പിരമിഡ് സ്കീമും മണി സർക്കുലേഷൻ സ്കീംസും ഡയറക്റ്റ് സെയിൽ കമ്പനികളുമായിട്ടുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. എഫേർട്ട് എടുക്കാതെ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. അതല്ലാതെ നിങ്ങൾ ചേർന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി എന്നിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കാം. അതല്ലാതെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് എടുക്കാൻ തയ്യാറില്ലാത്തവർ വെറുതെ ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കടന്നിട്ട് കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ് ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസും റൂൾസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 2021 മുമ്പ് അത് അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഫ്രോഡ് കമ്പനികളും ഇവിടെ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ വരെ തട്ടിപ്പ് കണക്കുണ്ട്. ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ വരെ എന്തൊക്കെ തട്ടിപ്പുകൾ നടക്കും എന്ന് വെച്ചിട്ട് ആ ഒരു ഇൻഡസ്ട്രി മോശമാണെന്ന് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമുള്ളതാണ്, ഹെൽത്ത് കെയർ ആവശ്യമുള്ളതാണ്, ഹോസ്പിറ്റൽസ് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണക്കാരന് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ കഴിയുന്ന അതിനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. നെഗറ്റീവായിട്ടുള്ള വീഡിയോസും പ്രചരണങ്ങളും വഴി ഇതിനെ തല്ലിക്കെടുത്തുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നത്. അവിടെയും വളരെ നല്ലൊരു കമ്പനിയെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമുള്ളതുകൊണ്ട് ഞാനൊരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് സർക്കാർ അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ളൊരു കമ്പനി ആവണം എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സേവ് ആപ്പ് എന്നുള്ള ഈ ഒരു ബിസിനസ് കൺസെപ്റ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതും ഇമ്മീഡിയറ്റ്ലി ഇത് കണ്ട അപ്പം തന്നെയല്ല. 2021 ഈ കൺസെപ്റ്റ് വന്ന ആ സമയം മുതൽ ഏകദേശം 4 വർഷത്തോളമായിട്ട് ഈ ഒരു കമ്പനിയുടെ ഓരോ സ്റ്റെപ്സും ഓരോ പ്രോഗ്രസ്സും ഓരോ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് എല്ലാം പാലിക്കുന്നതൊക്കെ കൃത്യമായി നോക്കിക്കൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു കമ്പനിയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത്. 4ാമത്തെ റൂളായിട്ട് പറയുന്നുണ്ട് മാൻഡേറ്ററി മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ഒരു കമ്പനിക്ക്, ഏതൊരു കമ്പനിക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്കും വേണം. അതെല്ലാം കമ്പനിയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ അതിൻ്റെ വെബ്സൈറ്റിലും അത് പബ്ലിഷ് ചെയ്തിരിക്കണം. അത് കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു കമ്പനിയാണ് സേവ് ആപ്പ്. അപ്പോൾ അതിൽ സേവ് ആപ്പ് എന്ന് പറയുമ്പോൾ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ആണ് ഈ ഇതിൻ്റെ കമ്പനി. സേവ് ആപ്പ് ഒരു പ്രൊഡക്റ്റാണ്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ, GST രജിസ്ട്രേഷൻ, ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ, ബാലൻസ് ഷീറ്റ്, ഓഡിറ്റ് റിപ്പോർട്ട്, രജിസ്റ്റർ ഓഫ് ഡയറക്റ്റ് സെല്ലേഴ്സ്, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്. ഇതെല്ലാം കമ്പനിയുടെ ഓഫീസിൽ നിങ്ങൾ നേരിട്ട് വന്നാലും കാണാൻ പറ്റും. ഓഫീസ് അശ്വിനി ജംഗ്ഷൻ തൃശ്ശൂരിലാണ്. ഒരാളെ ചേർക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് പിരമിഡ് സ്കീമാണ്, അതൊരിക്കലും ഇലീഗലല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും കടന്നു പോകരുത്. പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ കുറേ കാശ് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളതിൽ ചെന്ന് ചാടരുതെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. മോണിറ്ററിംഗ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു അതോറിറ്റിയെ നിർണ്ണയിക്കണം. അത് കേരള ഗവൺമെൻറ് 2024 ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഒരുപാട് ഒഫീഷ്യൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മോണിറ്ററിംഗ് അതോറിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ റൂൾസ് ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ ലീഗലായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് 2021 ഇത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് സേവ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൻ്റെ വെബ്സൈറ്റ് കൂടി നമുക്ക് കാണാം. സേവ് ആപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. mysaving.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇതിനകത്ത് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇൻ്റഗ്ര ERP എന്നുള്ളത് ഈ കമ്പനിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റാണ്. കമ്പനിയുടെ മറ്റു പ്രോഡക്റ്റ്സാണ് സേവ് ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഇതിനകത്തുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി പോളിസി, ക്യാൻസലേഷൻ ആൻഡ് റീഫണ്ട്, കംപ്ലയൻസ് ഡോക്യുമെൻറ്റ്സ്. കമ്പനിയുടെ ഓരോ ഡോക്യുമെൻറ്റ്സും വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
സർട്ടിഫിക്കറ്റ് ബൈ കമ്പനി സെക്രട്ടറി എന്നുള്ള ഓരോ സാധനങ്ങളും നോക്കിയാൽ സർട്ടിഫിക്കറ്റ് ഓഫ് MSME ഫെസിലിറ്റേഷൻ, ഇൻകം ടാക്സ് റിട്ടേൺ അക്നോളജ്മെൻറ്റ്, പ്രൈവസി പോളിസി, ക്യാൻസലേഷൻ, റീഫണ്ട്, റീസെല്ലിംഗ് പാർട്ട്ണർ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇപ്പോൾ റീസെല്ലിംഗ് പാർട്ട്ണർ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു റീസെല്ലിംഗ് പാർട്ട്ണർ ആവുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ആവാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റും ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കാൻ പറ്റും. എല്ലാ കംപ്ലയൻസ് ഡോക്യുമെൻറ്റ്സും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമ്പനി. പിന്നെ അതിനകത്ത് വേറൊരു കാര്യങ്ങളുടെ ഡിക്ലറേഷൻ, ഇത് മാൻഡേറ്ററി ആയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സെല്ലിംഗ് റൂൾസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിരമിഡ് സ്കീംസിലോ മണി സർക്കുലേഷൻ സ്കീംസിലുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഇവിടെ ഡിക്ലെയർ ചെയ്തു തോന്നുന്നുണ്ട്. വി ആർ നോട്ട് ഇൻവോൾവ് ഇൻ എനി പിരമിഡ് സ്കീം ആസ് ഡിഫൈൻഡ് ദ റൂൾ 3 ക്ലോസ് സംതിങ്. Okay, you can see we are not involved in any money circulation schemes. We are compliant with all the provisions of Consumer Protection Direct Selling Rules 2021 issued by the Department of Consumer Affairs, Ministry of Consumer Affairs, Food and Public Distribution. ഈ ഡിക്ലറേഷൻ മാൻഡേറ്ററി ആണ്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈ കമ്പനിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പനിയുടെ പാൻ കാർഡ്, ടാൻ നമ്പർ, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ എങ്ങനെയൊക്കെയാണ് ഈ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, 3999 പ്ലസ് GST ആണ്. 4720 രൂപയാണ് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള വാങ്ങുന്നത്. ഇന്ത്യയിൽ 3999 പ്ലസ് GST ആണ്. ലൈഫ് ടൈം ലൈസൻസിലേക്ക് വേണ്ടി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് എല്ലാം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. കസ്റ്റമർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അത് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ട്രാക്ക്ഡ് ആയിരിക്കും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഡാഷ്ബോർഡ് ഉണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഡാഷ്ബോർഡിൽ കാണാൻ കഴിയും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലൊക്കെ ട്രെയിനിങ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സൂം മീറ്റിങ്ങുകളിലൂടെ. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രാത്രിയൊക്കെ ആയിട്ട് സൂം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എത്രത്തോളം സപ്പോർട്ട് തരാം എന്നുള്ള കാര്യങ്ങളെല്ലാം കമ്പനി അതിനെപ്പറ്റി നോക്കിയിട്ടുണ്ട്. എൻ്റെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. 100% ലീഗലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് അവസരമാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും മുടക്കേണ്ടി വരുന്ന ഒരു ബിസിനസ്സല്ല. നഷ്ടസാധ്യത തീരെ ഇല്ലാത്തൊരു ബിസിനസ്സാണ്. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ബിസിനസ് തുടങ്ങാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വരുമാന സാധ്യതകൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുക. അത് വൺ ടൈം പർച്ചേസാണ്. ഈ ആപ്ലിക്കേഷൻ ഒരിക്കൽ മാത്രം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലീറ്റ് ബിസിനസ് ഓണറായി മാറി. അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ സാധ്യതകൾ വളരെയധികമാണ്. പക്ഷേ ഇത് വെറുതെ ഇരുന്നാൽ കിട്ടുന്നൊരു വരുമാനമല്ല. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വാങ്ങി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടില്ല. ഇത് മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള ആളുകൾക്കോ നിങ്ങൾക്കുള്ള പരിചയക്കാർക്കോ ആർക്കെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ റെഫർ ചെയ്ത് കൊടുക്കുക. അവർ അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടും. ആ വരുമാനത്തിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റിൻ്റെ ഷെയറാണ് നമുക്ക് കിട്ടുക. അതല്ലാതെ ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ചെയ്യുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് ഓണറായി മാറാം. അവിടെ നിങ്ങൾക്ക് വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഫ്രീ ഓപ്ഷൻസ്, അതായത് മൊബൈൽ റീചാർജിങ്, DTH റീചാർജിങ്, ബിൽ പേയ്മെൻറ്റ്സ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഉപയോഗിച്ച് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓരോരുത്തരും റീചാർജ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന രീതിയാണ്. അത് ഈ ഒരു ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ലിങ്ക്ഡ് ആയിട്ട് സേവ് കാർട്ട് എന്നുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതിനകത്ത് ലിസ്റ്റഡ് ആണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിങ്ങനെ പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ കാര്യങ്ങളും ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് കാണിക്കുമ്പോൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അത് എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ബിസിനസ് ഓണറായി മാറിയിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ
ഒറ്റയടിക്ക് മുഴുവൻ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സമയമില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. സമയമുള്ളപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടുകൊണ്ട് ഒരു ഓപ്പൺ മൈൻഡോടുകൂടി പഠിക്കാനുള്ള അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെയുള്ള നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ അതിൽ നിന്ന് സാധ്യതയുള്ള വരുമാനങ്ങൾ മാത്രം കിട്ടും. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി മുഴുവനായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു ബെനിഫിറ്റ് കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം സമയം ചിലവഴിച്ച് ഈ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ₹1 പോലും മുതൽ മുടക്കാതെ നിങ്ങൾക്കൊരു ബിസിനസ് ഓണറായി മാറാം. കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് 1 മാസം വരെ ഉപയോഗിക്കാം. അതിനുശേഷം അതിലെ ഫ്രീ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കാം. ആ ഫ്രീ ഓപ്ഷൻസിലൂടെയും വരുമാനം നേടാനുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരേ ഒരു സിംഗിൾ ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ റവന്യൂവിൽ നിങ്ങൾക്കൊരു ഷെയർ കിട്ടുകയാണ് ചെയ്യുക. ഈ വരുമാന സാധ്യതകൾ കൂടുതലുള്ളത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ആ കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയിലും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് കെയർ ആയാലും വളരെ നോബിളായിട്ടുള്ള എഡ്യൂക്കേഷൻ ആയാലും അവിടെയും ഉണ്ട് തട്ടിപ്പുകാർ. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജെന്യുവനായിട്ടുള്ള ഗവൺമെൻറ് പറയുന്ന ഓരോ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തരുതെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ 2021 ഈ ഒരു കൺസെപ്റ്റ് വന്ന ആ സമയം മുതൽ ഇതിനെ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുള്ള പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെയും പ്ലാനുകളും ബിസിനസ് രീതികളും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇല്ലാത്ത മാക്സിമം ബെനിഫിറ്റ്സ് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് പ്ലാനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം എഫിഷ്യൻ്റായിട്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റാണിത്. സേവ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ മൈ മണി എന്നുള്ളതാണ്. അത് പേയ്മെൻറ്റ്സ്, റിസീപ്റ്റ്സ്, വാലറ്റ്, ബഡ്ജറ്റ്, ബാങ്ക്, ജേർണൽ, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിലവുകൾ എഴുതി വയ്ക്കാനുള്ള അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെയുള്ള പ്ലസ് ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ കൺവെയൻസിനാണോ ഡീസൽ പെട്രോൾ ചാർജസിനാണോ ഏതിനാണ് ചിലവായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എമൗണ്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ലിസ്റ്റഡ് അല്ലാത്ത ഏതെങ്കിലും എക്സ്പെൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് നെയിം എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് അക്കൗണ്ട് കാറ്റഗറി ചിലവുകളാണെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് അത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ചിലവാക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ബുക്കൊക്കെ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി നോക്കണം. ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ ഇത് പറ്റും. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ പടി സാമ്പത്തിക അച്ചടക്കമാണ്. നമ്മുടെ വരവും ചിലവും നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിരിക്കണം. അതിന് സഹായിക്കുന്ന ഫീച്ചേഴ്സാണ്. ഇപ്പോൾ റിസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വരവുകൾ, ഇൻകം എന്തൊക്കെയാണ് അതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. വാലറ്റ്, ബഡ്ജറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഫൈനാൻഷ്യൽ കൺട്രോളിന് സഹായിക്കുന്ന ഫീച്ചേഴ്സാണ് വാലറ്റ്, ബഡ്ജറ്റ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ജേർണൽ എഴുതണമെങ്കിൽ ഉപയോഗിക്കാം. ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്. ബില്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സർവീസ് കൊടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ ബില്ലിംഗ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബില്ലിംഗ് നമ്മുടെ ഇൻകമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് അത് നമ്മുടെ റെസീപ്റ്റ്സിലേക്ക് ആഡ് ആവുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. വളരെ കൃത്യമായിട്ടുള്ളൊരു അക്കൗണ്ടിങ് ആണ് ഇവിടെ നമുക്ക് നടക്കുക. ഒരു പേഴ്സണൽ അക്കൗണ്ടിങ് ആണ്, ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. പിന്നെ മൈ ബിലോങ്ങിങ്സ് എന്നുള്ള സെക്ഷനിൽ നോക്കിയാൽ നമ്മുടെ ലയബിലിറ്റികൾ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, നമ്മുടെ ആസ്തികൾ, ബാധ്യതകൾ, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കാനായിട്ട് ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പോസിറ്റീവായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയിലാണോ നമ്മളുള്ളത്, അത് നെഗറ്റീവാണോ. അസറ്റ്സ് ആണ് കൂടുതലെങ്കിൽ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ്, ലയബിലിറ്റി ആണ് കൂടുതലെങ്കിൽ തീർച്ചയായും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലാണ്. നമ്മൾ അതിന് ഓവർകം ചെയ്ത് വരേണ്ടതുണ്ട്. അതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫീച്ചേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ ഡ്യൂ ഡേറ്റ്സും അല്ലെങ്കിൽ മച്യൂരിറ്റി ഡേറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പാസ്വേഡ് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് പല വെബ്സൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ യൂസർ നെയിം, പാസ്വേഡ് ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഏത് വെബ്സൈറ്റ് ആണെന്നൊക്കെയുള്ള സേവ് ചെയ്യാം. ഇവിടെ ഒരു കാര്യമുള്ളത്, സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനാണ്. അതൊരിക്കലും മറ്റൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിലേക്കോ കമ്പനിയുടെ സെർവറിലേക്കോ എവിടേക്കും പോകുന്നില്ല. നിങ്ങളുടെ മൊബൈൽ തന്നെ സേഫായിട്ട് അത് സേവ് ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റും.
പിന്നെ ഡോക്യുമെൻറ്റ് മാനേജർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ SSLC ബുക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ് ഇങ്ങനെയുള്ളതൊക്കെ ചില സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ നമ്മൾ ഗാലറി മുഴുവൻ പരതേണ്ടി വരും. ആയിരക്കണക്കിന് 10,000-കണക്കിന് ഫോട്ടോസൊക്കെ ഓരോരുത്തരുടെ ഫോൺ ഗാലറിയിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡോക്യുമെൻറ്റ് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ സേവ് ആവുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും. നിങ്ങളുടെ ജിമെയിലുള്ള ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കും അത് സേവ് ആവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഡോക്യുമെൻ്റാണോ നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ടാസ്കുകൾ നമുക്ക് ഡെയിലി എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പല കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടാവും നമുക്ക്. ഉത്തരവാദിത്തമുള്ള ഒരാൾക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ചാൽ, അത് എഴുതി വയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ ചിലപ്പോൾ നമുക്ക് എടുത്ത് നോക്കേണ്ടി വരും നമുക്കത് കാണണമെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ട് ഈ ഒരു സേവ് ആപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിങ്ങളുടെ സമയം കഴിഞ്ഞു പോയി, നിങ്ങൾ വിചാരിച്ച സമയത്തിന് ചെയ്ത് തീർത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. പിന്നെ ഡയറി എഴുതാനുള്ള സൗകര്യമുണ്ട്. ഡയറി എഴുതാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പോൾ എൻ്റർ ഡാറ്റ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ മൈക്രോഫോണിൻ്റെ ഫെസിലിറ്റി ഉപയോഗിക്കാം. നമുക്ക് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് ആ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾക്ക് ടൈപ്പായിട്ട് വരുന്ന ഒരു സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഡ്രീം എന്നുള്ള സെക്ഷൻ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗോൾസ് അല്ലെങ്കിൽ ഡ്രീംസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒരു കാറ് വാങ്ങണം, 5 കൊല്ലം കഴിഞ്ഞ് ഒരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡ്രീമിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് എത്രത്തോളം പണം ആവശ്യം വരും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ടാർഗറ്റ് നെയിം എന്താണ്, ടാർഗറ്റ് എമൗണ്ട് എത്രയാണ്, അതിന് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യണം, എത്ര രൂപ വെച്ച് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് അച്ചീവ് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക്. പിന്നെ മോണിറ്റൈസിങ് സർവീസാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇത്. മൊബൈൽ റീചാർജിങ് ചെയ്യാം. എയർടെൽ, BSNL, VI, ജിയോ ഇത്രയും മൊബൈൽ ഓപ്പറേറ്റേഴ്സാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. DTH റീചാർജും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. എയർടെലിൻ്റെ TV, ഡിഷ് TV, സൺ ഡയറക്റ്റ്, ടാറ്റ സ്കൈ, DTH ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ DTH ഓപ്പറേറ്റേഴ്സും നമുക്കിവിടെ റീചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ വെബ്സൈറ്റ് ലിങ്ക്സ് സേവ് ചെയ്ത് വയ്ക്കാം. വിസിറ്റിംഗ് കാർഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പല മോഡലുകളിൽ നമുക്ക് ഒരു ഓൺലൈൻ വിസിറ്റിംഗ് കാർഡ് എടുക്കാൻ ഉപയോഗിക്കാം. എമർജൻസി നമ്പേഴ്സ് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം. കുറച്ചൊക്കെ ഇതിനകത്ത് ഓൾറെഡി സേവ്ഡ് ആണ്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ ബിൽ പേയ്മെൻറ്റ്സ് എന്നുള്ള പുതിയ ഫീച്ചറാണ്. അധികം വൈകാതെ ഇത് അപ്ഡേറ്റ്സിൽ വരുന്നതായിരിക്കും. റിപ്പോർട്ട്സൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ എന്തൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ്, മൈ നെറ്റ്വർത്ത് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയുടെ ഡിഫറൻസ് ആണ്. നമ്മുടെ ആസ്തികളിൽ നിന്ന് നമ്മുടെ ബാധ്യതകൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ്വർത്തായിട്ട് വരിക. ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ലിങ്കും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു അതിലൂടെയൊക്കെ നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പരസ്യങ്ങളിലൂടെ അല്ലാതെ സാധാരണക്കാർ ഓരോരുത്തരും അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എന്തെങ്കിലുമൊക്കെ റവന്യൂ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റും കൂടി നമുക്ക് കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ 30 ദിവസത്തേക്ക് എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. അത് ഉപയോഗിച്ച് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ആക്ടിവേഷൻ ചെയ്ത് അത് പർച്ചേസ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലൈഫ് ടൈമിലേക്ക് അപ്പോഴുള്ള വേർഷൻ ഉപയോഗിക്കാം. 1 വർഷത്തേക്കുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് തന്നെ കിട്ടും. പുതിയ അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ആനുവലി നിങ്ങൾക്ക് റിന്യൂ ചെയ്യാം. ചെയ്തില്ലെങ്കിൽ അതുവരെയുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ലൈഫ് ടൈമിലേക്ക് ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. സേവ് ആപ്പ് ഉപയോഗിച്ച് മൊബൈൽ റീചാർജിങ് ചെയ്യുക വളരെ ഈസിയാണ്. സേവ് ആപ്പ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്ടിലിറ്റീസ് എന്നുള്ള സെക്ഷൻ കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ യൂട്ടിലിറ്റീസ്, അതിനകത്ത് മൊബൈൽ റീചാർജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് നമുക്ക് നമ്മുടെ ഏത് മൊബൈൽ നമ്പറാണ് റീചാർജ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കോൺടാക്ട്സിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും. ഇൻ കേസ് സർക്കിൾ ചേഞ്ച് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സർക്കിളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റീചാർജ് ഏതാണ് എന്ന് വെച്ചാൽ അത് ചെയ്യുക. അപ്പോൾ 299 എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 299 മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടി വരിക. അതല്ലാതെ ഒരു എക്സ്ട്രാ ഫീസോ പ്ലാറ്റ്ഫോം ഫീസോ കൺവീനിയൻറ്റ് ഫീസോ ഒന്നും ഇവിടെ ചാർജ് ചെയ്യപ്പെടില്ല.
ഇവിടെ നമുക്ക് ഗൂഗിൾ പേ വഴിയോ UPI ആപ്സ് വഴിയോ അല്ലെങ്കിൽ കാർഡ്സ് വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ ഒക്കെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഇൻഫർമേഷനൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ UPI പിന്നൊക്കെ കൊടുത്ത് നമുക്ക് ആ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻറ്റിമേഷൻ വരുന്നതായിരിക്കും. റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്താണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ട് സാധാരണ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ റീചാർജ് ചെയ്യാൻ പറ്റും. ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരില്ല. എന്ന് മാത്രമല്ല നമുക്കൊരു ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ വീണ്ടും പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മുഴുവനായും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണെന്ന് മനസ്സിലാവും. സേവ് കാർട്ട് എന്ന പ്ലാറ്റ്ഫോം കൂടി പരിചയപ്പെടാം. സേവ് കാർട്ട് ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. മൾട്ടിപ്പിൾ വെൻഡേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലെയൊക്കെ തന്നെ മറ്റുള്ള ആളുകളുടെ പ്രൊഡക്റ്റുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കപ്പെടുകയാണ് ചെയ്യുക. സേവ് കാർട്ട് എന്നുള്ളത് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കിയിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് പല കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. എഡ്യൂക്കേഷൻ ആപ്സ്, ഗ്രോസറി ആൻഡ് ഫുഡ് ഐറ്റംസ്, ഇമിറ്റേഷൻ ജ്വല്ലറി, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ്, ഹോം ആൻഡ് കിച്ചൺ, മറ്റുള്ള ഒരുപാട് കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സ് നമുക്കിവിടെ കാണാൻ കഴിയും. സേവ് ആപ്പിൻ്റെ കസ്റ്റമേഴ്സിന് പോയിൻറ്റ്സ് റിഡീം ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. 10x ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ MRP ഈസ് 5898. സേവ് കാർഡ് പ്രൈസ് 1880 രൂപയാണ്. SPP റിഡീം എന്ന് പറഞ്ഞാൽ പർച്ചേസ് പോയിൻറ്റ്സ്. ഒരു വ്യക്തിക്ക് സേവ് ആപ്പ് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് അദ്ദേഹം ഫ്രീ ആയിട്ട് സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 100 പോയിൻറ്റ്സ് ലഭിക്കുന്നത്. ഇൻ കേസ് അവർ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 പർച്ചേസ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഓരോ ആക്ടിവിറ്റീസിനും പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ പോയിൻറ്റ്സ് നമുക്ക് സേവ് കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ PP റിഡീം 700 പോയിൻറ്റ്സ് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. ബാക്കി വരുന്നത് 1180 രൂപയാണ്. അത് 1000 rupees പ്ലസ് GST ആണ്. 18% GST. അത് ഓരോ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറി അനുസരിച്ചിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് വായിച്ചു നോക്കാം. ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. സേവ് ആപ്പിൻ്റെ ഓരോ കസ്റ്റമേഴ്സിനും സേവ് കാർട്ടിൽ വെൻഡർ ആവാനുള്ള അവസരം കൂടിയുണ്ട്. CCM അതായത് കോർ കമ്മിറ്റി മെമ്പർ ആകുമ്പോഴാണ് ഒരു വെൻഡർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 20% നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സേവ് കാർട്ട് എന്നുള്ളത്. നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാം റെഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടിയുണ്ട്. പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ താഴെ റെഫർ നൗ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ട്രാക്ക്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ലിങ്ക് നമുക്ക് ലഭിക്കും. അത് നമുക്ക് കോപ്പി ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം കൂടി സേവ് ആപ്പ് മെമ്പേഴ്സിന് ലിങ്ക്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സേവ് ആപ്പ് എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രമല്ല, അതൊരു ബിഗ് ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഒരു ഗ്രേറ്റ് കൺസെപ്റ്റ്. ഏതൊരു സാധാരണക്കാരനെയും സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾക്ക് എത്തിക്കുന്നത് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. തൃശ്ശൂർ ആസ്ഥാനമായിട്ട് കഴിഞ്ഞ 27 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 1998 ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് 2008 ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇൻറ്റഗ്ര എന്ന ERP സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന സേവ് ആപ്പ്, സേവ് കാർട്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് മാർക്കറ്റ് ചെയ്യുന്ന, അത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇറ്റ്സ് എൻ എക്സ്പെർട്ട് ഇൻ അക്കൗണ്ടിങ് ആൻഡ് ERP സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. കസ്റ്റമൈസ്ഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. MLM സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻറ്റഗ്ര എന്ന ERP സോഫ്റ്റ്വെയർ, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. 27 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 2 സോഫ്റ്റ്വെയർസാണ്. സേവ് ആപ്പ് പോപ്പുലർ ഓൾറെഡി റണ്ണിംഗ് ആണ്. 2021 ഓപ്പറേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. 4 വർഷങ്ങളായിട്ട് ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരികയാണ്. പിന്നെ ഒരു അടുത്ത ലോഞ്ചിങ് ആണ് സേവ് ആപ്പ് ഡീലക്സ് എന്നുള്ളത്. ഈ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ കുറച്ചുകൂടി അഡ്വാൻസ് ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ടായിരിക്കും സേവ് ആപ്പ് ഡീലക്സ് വരിക. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സേവ് ആപ്പ് പോപ്പുലർ ആണ്. അതിനെക്കുറിച്ചായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുക. സേവ് ആപ്പ് ഡീലക്സ് വരുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്താണ് സേവ് ആപ്പ്? സേവ് ആപ്പ് ഈസ് എൻ ഇൻറ്റഗ്രേറ്റഡ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ.
ഇതിനകത്ത് സാമ്പത്തിക കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ടാസ്കുകൾ, നമ്മുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ പാസ്വേഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം. അത് മൊബൈൽ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും ഒക്കെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേഫ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ആരുടെയെങ്കിലും കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാസ്വേഡൊക്കെ കൊടുത്ത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ആപ്ലിക്കേഷനാണ്. അപ്പം മൊബൈൽ നിങ്ങൾക്ക് എത്രത്തോളം സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ഒക്കെ നമുക്ക് സേഫായിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും സേവ് ആപ്പിലൂടെ. അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സേവ് ആപ്പ് സഹായിക്കും. എത്രത്തോളം വരുമാനം വരുന്നു, അതൊക്കെ ഏതൊക്കെ വഴിക്ക് പോകുന്നു എന്നുള്ളത് ഒരു ധാരണയുമില്ല. ഇപ്പോൾ ഒരു സാലറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്ന് ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷെ അത് എത്ര ദിവസം കൊണ്ട് എത്ര പേരിലേക്ക് അത് പോയി, ഏതൊക്കെ രീതിയിലാണ് അത് പോയത്, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ 1-2 ദിവസം ഓർത്ത് വെച്ചിരിക്കും. പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ ഈ പൈസയൊക്കെ എവിടെ പോയി എന്നുള്ളൊരു അന്താളിപ്പായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിന് പകരമായിട്ട് ഓരോ പൈസയും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ ലെഡ്ജർ പൈസ ഇന്ന കാര്യത്തിന് ഇത്രയും പൈസ ചിലവാക്കി, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടാവും. നമുക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മണി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായ ആളുകൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. വളരെ സിമ്പിൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പല ഭാഷകളിൽ നിങ്ങൾക്ക് മലയാളമാണോ, തമിഴാണോ, അറബിയാണോ, ഹിന്ദിയാണോ, ഇംഗ്ലീഷാണോ, 7 ലാംഗ്വേജസ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഗൈഡ്സും ഉപയോഗിക്കാം. ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു മനസ്സമാധാനം കിട്ടും. ഓർഗനൈസ് ചെയ്യാനായിട്ട് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സഹായിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവും. പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് മൈ മണി എന്നുള്ള സെക്ഷനാണ്. മണി മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സാണ് ഇതിനകത്തുള്ളത്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കം പാലിക്കാനായിട്ടും സേവിങ് മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആദ്യം നമുക്ക് എക്സ്ട്രാ പൈസ ഉണ്ടാവണം. അതിനായിട്ട് നമുക്ക് എക്സ്ട്രാ ഇൻകം കൂടി ഉണ്ടാവണം. അപ്പോൾ ആദ്യം നമുക്ക് പണം ഉണ്ടാവുക, ഉള്ള പണം തന്നെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയാൽ കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ പണം വരുമ്പോഴും അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ട്രാക്കിംഗ് ആണ്. അതിന് പേയ്മെൻറ്റ്സ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്, റിസീപ്റ്റ്സ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മുടെ എക്സ്പെൻസസ് ആണ്. റിസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനമാണ്. ചില കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവാക്കുന്ന സാധ്യതകൾ നമുക്കുണ്ടാവും. അവിടെ ഒരു ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും. പിന്നെ ഒരു വാലറ്റ് സിസ്റ്റം, നമുക്കൊരു ക്യാഷ് വാലറ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരുമ്പോഴത്തേക്കും നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. മണി കൺട്രോളിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ബില്ലിംഗ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ബില്ലിങ്ങും ഇൻകമും കണക്റ്റഡ് ആണ്. സർവീസ് കൊടുത്തിട്ട് അതിനൊരു ബില്ല് കൊടുക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മുടെ ഇൻകത്തിലും റിഫ്ലക്റ്റ് ആവും. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. മൈ ബിലോങ്ങിങ്സ് എന്നുള്ള സെക്ഷനാണ്. നമ്മുടെ അസറ്റ്സും ലയബിലിറ്റീസും, നമ്മുടെ ആസ്തികളും ബാധ്യതകളും ഇത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമുക്ക് എത്രത്തോളം ആസ്തി നമ്മുടെ കയ്യിലുണ്ടെന്ന്. പലപ്പോഴും നമ്മൾ വിചാരിക്കും എൻ്റെ കയ്യിലൊന്നുമില്ല, മറ്റുള്ളവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്താണ്, അതൊക്കെ ഒന്ന് അസറ്റ്സിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് അസറ്റ്സ് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ലയബിലിറ്റീസ്, നമുക്ക് എത്രത്തോളം കടബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്, ഓരോ മാസവും ചിലവുകൾ എത്രയൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്കൊന്ന് എഴുതി വയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു പോസിറ്റീവ് ക്യാഷ് ഫ്ലോയിലാണോ നിൽക്കുന്നത്, അത് നെഗറ്റീവ് ക്യാഷ് ഫ്ലോയിലാണോ. നമ്മുടെ അസറ്റ്സിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഉണ്ടാകുക. അപ്പോൾ അത് ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമുക്കതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിന് ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഫീച്ചേഴ്സ് സഹായിക്കും. പിന്നെ ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇൻഷുറൻസൊക്കെ ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവാം. ഇതൊക്കെ ഒന്ന് ഇതിൽ ട്രാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പാസ്വേഡ് മാനേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്വേഡ്സ് മൊബൈൽ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതാണ്. ഒരുപാട് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്നു. മാറ്റി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് റിസ്ക് ആണ്. നമ്മൾ വീണ്ടും പുതിയത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഴയത് ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ളവർക്ക്
പാസ്വേഡ് മാനേജർ ഉപയോഗിക്കാം. ഇതിൽ സേവ് ചെയ്യുന്ന യൂസർ നെയിം പാസ്വേഡ് ഒരു തേർഡ് പാർട്ടി സെർവറിലേക്ക് ഒന്നും പോകുന്നില്ല. നിങ്ങളുടെ മൊബൈലിൽ തന്നെ വളരെ സേഫ് ആയിട്ട് ഇത് സേവ്ഡ് ആയിരിക്കും. ഡോക്യുമെന്റ്സ് മാനേജർ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, പാൻ കാർഡ് ആയിരിക്കാം, ആധാർ കാർഡ് ആയിരിക്കാം, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ള പല ഡോക്യുമെന്റ്സും ആവശ്യ സമയത്ത് നമുക്ക് കിട്ടാറില്ല. ആയിരക്കണക്കിന് ഫോട്ടോസ് ഉള്ളതിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും. അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പകരമായിട്ട് ഡോക്യുമെന്റ്സ് മാനേജറിൽ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഗിൾ ഡ്രൈവിലായിരിക്കും സേവ് ചെയ്യുക. ആവശ്യ സമയത്ത് ഏത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയുള്ളത് മൈ ലൈഫ് എന്നുള്ളൊരു സെക്ഷനാണ്. ഡെയിലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം. പലപ്പോഴും ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഇന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇന്ന സാധനം നമുക്ക് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി, പേഴ്സണാലിറ്റി, കോൺഫിഡൻസ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരിക്കും ടാസ്ക്സ്. പിന്നെയുള്ളത് മൈ ഡയറി. പണ്ടൊക്കെ ആളുകൾ ഡെയിലി ഡയറി എഴുതിയിരുന്നു. ആ ഡയറി എഴുതുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഡയറി എഴുതുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പേനയും ബുക്കും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ അതും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്യണമെന്നില്ല, നമുക്ക് വോയിസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഡയറി എഴുതാൻ പറ്റും. പിന്നെയുള്ളത് മൈ ഡ്രീംസ് എന്നുള്ള സെക്ഷനാണ്. നമുക്കൊരു പേഴ്സണൽ ഗോൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞാൽ നമുക്കൊരു വീട് വയ്ക്കണം, അല്ലെങ്കിൽ വേൾഡ് ടൂർ പോകണം, കുട്ടികളുടെ പഠനമായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ഒരു ഡ്രീം ആണെങ്കിൽ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിലും അതിന് മൈ ഡ്രീംസ് എന്നുള്ള ഈ സെക്ഷൻ സഹായിക്കും. പിന്നെയുള്ളത് യൂട്ടിലിറ്റി സർവീസസ് ആണ്. വളരെയധികം വരുമാനം നേടിത്തരാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് യൂട്ടിലിറ്റി സർവീസസ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റീചാർജിങ് മൊബൈൽ ആൻഡ് DTH സർവീസാണ്. ബിൽ പേയ്മെൻറ്റ്സ് എന്നുള്ള ഒരു സിസ്റ്റം കൂടി വരുന്നുണ്ട്. അത് അധികം വൈകാതെ അടുത്ത അപ്ഡേറ്റിലൊക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊരു റവന്യൂ ജനറേറ്റിംഗ് ഫീച്ചറാണ്. കാരണം നമ്മളൊരു മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഇൻകം മൊബൈൽ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സെഞ്ച്വറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്നുള്ള ഈ കമ്പനിക്ക് ഈ മൊബൈൽ റീചാർജിങ് നമ്മുടെ സേവ് ആപ്പിലൂടെ അവൈലബിൾ ആക്കുമ്പോൾ ഒരു ഇൻകം കിട്ടുന്നുണ്ട്. ആ സേവ് ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഇൻകത്തിൻ്റെ 90% റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതെങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ പറയുന്നുണ്ടായി. വിസിറ്റിംഗ് കാർഡ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഓൺലൈൻ വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാം. പല മോഡലുകളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ആർക്കൊക്കെ വേണമെങ്കിൽ അയക്കാൻ പറ്റും. പിന്നെ വെബ്സൈറ്റ് ലിങ്ക്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക്സൊക്കെ നമുക്കിവിടെ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഈസി ആക്സസിന് സഹായിക്കുന്നതാണ്. പിന്നെ എമർജൻസി നമ്പർ, വളരെ അത്യാവശ്യമായിട്ടുള്ള നമ്പറുകളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എമർജൻസി സിറ്റുവേഷൻസിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ സേവ് ആപ്പിൻ്റെ മാർക്കറ്റിംഗ് മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. എന്തുകൊണ്ടാണ് സേവ് ആപ്പിനെ പറ്റി ഞാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലിയോ സച്ചിൻ ടെണ്ടുൽക്കറോ രൺബീർ കപൂറോ അക്ഷയ് കുമാറോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനോ പറയാത്തത്? എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡ് ഒന്ന് മനസ്സിലാക്കാം. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ കണ്ടുവരുന്നത് സെലിബ്രിറ്റീസിനെ വെച്ച് അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയും ഡിജിറ്റൽ മീഡിയ, പ്രിൻറ്റ് മീഡിയ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിൽ ബെനിഫിറ്റ് ഉള്ളത് ഈ സെലിബ്രിറ്റീസിനും പിന്നെ ഈ പരസ്യ നിർമ്മാതാക്കൾക്കും പരസ്യം കൊടുക്കുന്ന ചാനലുകൾക്കും മാത്രമാണ്. പക്ഷേ സേവ് ആപ്പിൻ്റെ മാർക്കറ്റിങ്ങിൽ കസ്റ്റമേഴ്സിന് സേവ് ആപ്പ് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുക. അവർ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം അവർ പർച്ചേസ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തില്ലെങ്കിലും അവർക്ക് അതിൻ്റെ ഫ്രീ ഫീച്ചേഴ്സ് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. കസ്റ്റമേഴ്സ് അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് ആണ് ഇവിടുത്തെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ സേവ് ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം. അതിന് ഒരു സിസ്റ്റം കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സേവ് ആപ്പിലൂടെ ഒരു ബിസിനസ് ഓണറായി മാറാനും സാധിക്കും. സേവ് ആപ്പിൻ്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റോക്സ്, കമ്മോഡിറ്റീസ്, അല്ലെങ്കിൽ 100 crores ഒക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ സാധാരണ ഒരു മനുഷ്യന് ഇത്രയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതൊരു സാധാരണ വ്യക്തിക്കും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു കസ്റ്റമർ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു രീതി. നല്ല സിനിമ കണ്ടാലോ നല്ല ഭക്ഷണം കഴിച്ചാലോ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഷെയറിംഗ് ആണ് ഇവിടെയും നടക്കുന്നത്. സേവ് ആപ്പ് ഉപയോഗിച്ച് നോക്കുക. അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ
വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. നമ്മൾ ഒരിക്കൽ ചെയ്ത ഒരു വർക്കിന് നമ്മൾ 1-2 പേർക്ക് ഇത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്ത് വരും. വലിയ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള നല്ലൊരു മാർഗം. സെലിബ്രിറ്റീസിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ മലയാളീസ് മാത്രം കാണുന്ന സിനിമകളിലെ നായകന്മാരുടേക്കാൾ ഹിന്ദി സിനിമകളിലെ നായകന്മാർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് ഈ കമ്മ്യൂണിറ്റിയുടെ വലുപ്പ വ്യത്യാസം കൊണ്ട് മാത്രമാണ്. വലിയ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സെലിബ്രിറ്റിക്ക് ചെറിയ കമ്മ്യൂണിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന സെലിബ്രിറ്റിയേക്കാൾ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ വലിയൊരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം പാസീവായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സേവ് ആപ്പ് പ്ലാറ്റ്ഫോംസ് 3 പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്നാമത്തേത് സേവ് ആപ്പ് എന്നുള്ളൊരു അപ്ലിക്കേഷൻ മാർക്കറ്റ് ചെയ്യുക. സേവ് ആപ്പ് എന്നുള്ള പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. 1 മാസം വരെ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സൗജന്യമായിട്ട് ഉപയോഗിക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് പർച്ചേസ് ചെയ്യാം. നമ്മൾ റെഫർ ചെയ്ത ആരെങ്കിലും സേവ് ആപ്പ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 20% കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അതുമാത്രമല്ല ലൈഫ് ലോങ് വരുമാനം ലഭിക്കാനുള്ള ഒരു അവസരം കൂടി അവിടെ തുറക്കുന്നുണ്ട്. പിന്നെയുള്ളത് സേവ് കാർട്ട് എന്നുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ്. സേവ് ആപ്പ് കസ്റ്റമേഴ്സിന് തന്നെ ആ മാർക്കറ്റ് പ്ലേസിലൂടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വിറ്റഴിക്കാൻ കഴിയും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ്. സേവ് ആപ്പിനകത്ത് നമുക്ക് യൂട്ടിലിറ്റി സർവീസസ് ഉണ്ട്. യൂട്ടിലിറ്റി സർവീസസ് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ ഒരു ഷെയർ കൂടി നമുക്ക് 3 തരത്തിൽ നമുക്ക് സേവ് ആപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഫ്രീ യൂസർ, 1 രൂപ പോലും ലൈഫ് ടൈമിൽ നിങ്ങൾ മുടക്കേണ്ടതില്ല. സേവ് ആപ്പ് സൗജന്യമായി ഉപയോഗിച്ച് തുടങ്ങുക. അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുള്ള യുണീക്ക് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ കഴിയുക അത് ഷെയർ ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഇതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ലഭിക്കും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് യൂസർ ഈസ് ആക്റ്റീവ് യൂസർ. ഫ്രീ യൂസർക്ക് 1 രൂപ പോലും ജീവിതകാലം മുഴുവൻ മുടക്കേണ്ടി വരില്ല. പക്ഷേ വരുമാന സാധ്യതകൾ ലിമിറ്റഡ് ആയിരിക്കും. ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ, അതായത് സേവ് ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ ഒരിക്കൽ പർച്ചേസ് ചെയ്താൽ ലൈഫ് ടൈമിലേക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. അതിലൂടെ മറ്റുള്ള റവന്യൂ സ്ട്രീംസ് കൂടി ഓപ്പൺ ആവുന്നുണ്ട്. ഫാമിലി യൂസർ 3 ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി വാങ്ങുകയാണെങ്കിൽ ഒരു ഫാമിലി യൂസറായിട്ട് കണക്കാക്കപ്പെടും. ഫാമിലി യൂസറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാന സാധ്യതകൾ വീണ്ടും കൂടുന്നുണ്ട്. എന്തിനാണ് ഒരു ഫാമിലിയിലേക്ക് 3 ആപ്ലിക്കേഷൻസ്, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു സംശയം തോന്നാം. സേവ് ആപ്പ് ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനാണ്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ കുടുംബത്തിലുള്ള പണം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഫാമിലി യൂസർ എന്നുള്ള കാറ്റഗറിയിൽ എത്തുമ്പോൾ ഒരുപാട് റവന്യൂ സ്ട്രീമും കൂടി ഓപ്പൺ ആവുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബത്തിലെ എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള അവസരം കൂടി തുറക്കുകയാണ് ചെയ്യുക. ഫ്രീ രജിസ്ട്രേഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല 500 പർച്ചേസിങ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത് സേവ് കാർട്ടിലുള്ള ഓരോ പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റിഡീം ചെയ്യാൻ കഴിയുന്നതാണ്. പർച്ചേസ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 രൂപയ്ക്ക് തുല്യമാണ്. 99 രൂപ ക്യാഷ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. 50 റുപ്പീസ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ആഡായി വരുന്നതാണ്. ഫസ്റ്റ് റീചാർജ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചെയ്യുമ്പോൾ 49 റുപ്പീസ് കൂടി ഒരു ക്യാഷ് ബോണസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. 1 രൂപ പോലും മുതൽ മുടക്കാതെ തന്നെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ്. ഒരാൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തു റീചാർജിങ് ചെയ്യാൻ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റ് നഷ്ടങ്ങളൊന്നുമില്ല. അപ്പോൾ GPay പോലുള്ള UPI ആപ്സിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കൺവീനിയൻസ് ഫീസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ സേവ് ആപ്പിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. അതുമാത്രമല്ല മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ റീചാർജ് ചെയ്യുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ്. ഫ്രീ വെബ് കാർഡ്സ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ് കാർഡ് ഷെയർ ചെയ്താൽ മതി. അതിലൂടെ തന്നെ മാക്സിമം ഇൻഫർമേഷൻ നിങ്ങൾ റെഫർ ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടും. നമ്മളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ പല രീതിയിലാണ് നമുക്ക് വരുമാനം കിട്ടുക. സേവ് കാർട്ടിലൂടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുമാനം ലഭിക്കും. സേവ് ആപ്പിലൂടെ റീചാർജ് ചെയ്യുമ്പോൾ വരുമാനം ലഭിക്കും. സേവ് ആപ്പ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ വരുമാനം ലഭിക്കും. അങ്ങനെ ഒരുപാട് ഇൻകം പാസീവായിട്ട് ലഭിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓരോ റെഫറൽസിലും നമുക്ക് 100 പർച്ചേസിങ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരാൾക്ക് ഇത് റെഫർ ചെയ്ത് അവർ ഫ്രീ രജിസ്ട്രേഷൻ ചെയ്താൽ തന്നെ നമുക്ക് 100 പർച്ചേസിങ് പോയിൻറ്റ്സ് കിട്ടും. ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 500 പർച്ചേസ് പോയിൻറ്റ്സ് കൂടി കിട്ടും. ഇങ്ങനെ ഈ പർച്ചേസിങ് പോയിൻറ്റ്സ് നമുക്ക് സേവ് കാർട്ടിൽ ഓരോ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സേവ് ആപ്പ് പോപ്പുലർ എന്നുള്ളൊരു വേർഷനാണ്.
സേവ് ആപ്പ് ഡീലക്സ് എന്നുള്ള ഒരു അഡ്വാൻസ് ആപ്ലിക്കേഷനും കൂടി വരാനിരിക്കുന്നുണ്ട്. സേവ് ആപ്പ് പോപ്പുലറിൻ്റെ കോസ്റ്റ് 4000 രൂപയും GST ആണ്. 4719 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അത് ലൈഫ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് യൂസർ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് എത്താം. അവിടെ ഇൻകം കാറ്റഗറീസ് വീണ്ടും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. സേവ് ആപ്പിൻ്റെ ഇൻകം പൊട്ടൻഷ്യൽ നമുക്ക് 4ആയി തരംതിരിക്കാം. ബേസിക് നെറ്റ്വർക്ക് ഇൻകം, നമ്മൾ 1-2 പേർക്ക് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ നെറ്റ്വർക്കിലൂടെ വരുന്ന ഓരോ രൂപയ്ക്കും അതിൽ നിന്നൊരു ഷെയർ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഫാമിലി യൂസർക്ക് മാത്രമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. 3 ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ക്രൈറ്റീരിയ. അത് ഫാമിലിയിലെ 3 പേർക്ക് ഉപയോഗിക്കാം. അത് മാത്രമല്ല മറ്റുള്ള ഇൻകം ബെനിഫിറ്റ്സ് ഫാമിലി യൂസർക്ക് മാത്രമായിട്ടുള്ളത് നമുക്ക് അവൈൽ ചെയ്യാൻ കഴിയും. പിന്നെ ലീഡർഷിപ്പ് ബോണസ്, നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു അതിനനുസരിച്ച് ലീഡർഷിപ്പ് ബോണസ് ഉണ്ടായിരിക്കും. പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആക്റ്റീവ് യൂസറിൻ്റെ വരുമാന സാധ്യതകൾ നോക്കാം. റെഫറൽ ഇൻകം, സേവ് ആപ്പ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരാൾക്ക് റെഫർ ചെയ്ത് ആ വ്യക്തി അത് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചാൽ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂ ആയിട്ടുള്ള 4000 രൂപീസിൻ്റെ 20% നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. 800 രൂപീസ് പേഴ്സണൽ സെയിൽസ് കമ്മീഷൻ ഫോർ ഈച്ച് ആൻഡ് എവറി സെയിൽസ് യു മേഡ്. അതിനൊരു ലിമിറ്റില്ല. എത്ര പേർക്ക് വേണമെങ്കിലും നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഉപയോഗിച്ച് നോക്കി സാറ്റിസ്ഫൈഡ് ആയി ബെനിഫിറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ്. ഇന്ന് ചെയ്ത വർക്കിന് നാളെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വന്നിരിക്കും. ഡെയിലി ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണിത്. പിന്നെയുള്ളത് ലെവൽ ഇൻകമാണ്. നമ്മൾ ഒരു വ്യക്തിക്ക് ഇത് കൊടുത്ത് അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ലെവലിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. ഓരോ ലെവലിലും നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അതാണ് ജനറേഷൻ സെയിൽസ് ഇൻസെൻറ്റീവ്. പിന്നെ ബൈനറി ഇൻകം, ഇവിടെ 2 ഓർഗനൈസേഷൻസ് ഒരേപോലെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ബൈനറി ഇൻസെൻറ്റീവ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. 2 ഓർഗനൈസേഷനും ഒരേപോലെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു ടീം ബിൽഡിംഗ് കമ്മീഷൻ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ റാങ്ക്സ് ആൻഡ് ഇൻസെൻറ്റീവ്, അത് ഈ ടീം ബിൽഡിങ്ങിനെ ആശ്രയിച്ച് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന റാങ്ക്സും ഇൻസെൻറ്റീവ് സ്ട്രക്ചറും അവിടെയുണ്ട്. 10 കോടി രൂപ വരെ അതിലൂടെ നേടിയെടുക്കാനുള്ള അവസരം ഓരോ സേവ് ആപ്പ് യൂസേഴ്സിനും ഉണ്ട്. റെഫറൽ ഇൻകം 800 രൂപീസ് പെർ ആക്ടിവേഷൻ. 20% കമ്മീഷൻ സേവ് കാർഡ് പർച്ചേസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ റെഫർ ചെയ്തൊരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സേവ് കാർഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 20% കമ്മീഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ലോകത്തെമ്പാടും നമുക്കിത് റെഫർ ചെയ്യാൻ കഴിയുന്നതാണ്. അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാനുള്ള അവസരമാണ് ഇവിടെയുള്ളത്. ലെവൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഫസ്റ്റ് ലെവലായിരിക്കും, അവർ റെഫർ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സെക്കൻഡ് ലെവലായിരിക്കും. അങ്ങനെ 13 ലെവൽ വരെ നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം. ഫസ്റ്റ് ലെവലിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻസെൻറ്റീവ് കിട്ടുന്നത് 50 രൂപീസാണ്. സെക്കൻഡ് ലെവലിൽ 10 രൂപീസ്, പിന്നെ 20, 30, 10, 20, 30 എന്നുള്ള സ്കെയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 13ാമത്തെ ലെവലിൽ 30 രൂപ കിട്ടും. 30 രൂപ എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവേഷനിൽ കിട്ടുന്ന വരുമാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 2-3 പേർക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 2 പേർക്ക് കൊടുത്തിട്ട് അത് 13ാമത്തെ ലെവലെത്തുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 4 പേർക്കെങ്കിലും ഇത് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. 4 പേരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തിൻ്റെ വലിപ്പം നിങ്ങൾ ആലോചിക്കുക. 242 കോടി രൂപ വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ടുള്ള അവസരമുണ്ട്. നമ്മളൊരു 4 പേർക്കെങ്കിലും കൊടുക്കുന്നു എന്നുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് 4 പേർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 4000 പേർക്ക് കൊടുക്കാം. ആർക്കും കൊടുത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ല എന്ന് മാത്രം. കഴിയാവുന്നത്ര ആളുകൾക്ക് ഈ ഒരു അവസരം പരിചയപ്പെടുത്തി നന്മ ചെയ്തുകൊണ്ട് നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വളരാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഒരവസരമാണ് ഇവിടെ ലഭിക്കുക. നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തികളെ നിങ്ങളുടെ ഏത് ഓർഗനൈസേഷനിലെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ബൈനറി മാച്ചിങ് ഇൻകം 400 രൂപ മുതൽ 600 രൂപ വരെ ഓരോ മാച്ചിങ്ങിലും ലഭിക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് റെഫർ ചെയ്തത് ആളുകൾ മാത്രമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ലെവലിലും എവിടെയെങ്കിലും ഇതുപോലെ മാച്ചിങ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വരുമാനമാണ്. അതൊരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ്. അവിടെ നമുക്ക് എല്ലാ ദിവസവും 25 മാച്ചിങ് വരെ ഇൻകം ലഭിക്കാനുള്ള അവസരമുണ്ട്. 400 × 25 10,000 രൂപ വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ബൈനറി മാച്ചിങ്ങിലൂടെ നേടിയെടുക്കാം. ഇത് നിങ്ങളുടെ മാത്രം എഫേർട്ടിലൂടെ ഉള്ള വരുമാനമല്ല. നിങ്ങൾ റെഫർ ചെയ്ത വ്യക്തികൾ അവരുടെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഓവറോളായിട്ട് വരുന്ന മാച്ചിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകമാണ് 400 to 600. അത് 10,000 രൂപ മുതൽ 15,000 വരെ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഡ്രീം ഇൻകം ഒരു 3 lakhs to 4,50,000 വരെ നമുക്ക് ബൈനറിയിലൂടെ മാത്രം നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. റാങ്ക്സ് ആൻഡ് ഇൻസെൻറ്റീവ്സ് ഇതൊരു അഡീഷണൽ ബെനിഫിറ്റാണ്. നമ്മളൊരു ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ റെക്കഗ്നിഷനാണ്. റാങ്കായിട്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സീനിയർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അതുപോലുള്ള റാങ്കുകൾ നമുക്ക് ലഭിക്കും. അതിനനുസരിച്ചുള്ള റിവാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ 500 രൂപീസ് മുതൽ
7.5 crores വരെയാണ് ഈ ഇൻകം. ഇത് ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഇൻകമാണ്. ഫാമിലി യൂസർ ആവാൻ നിങ്ങൾ ചെയ്യേണ്ടത് 3 ആപ്ലിക്കേഷൻസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഫാമിലിയിൽ എത്രത്തോളം ആളുകൾ പണം കൈകാര്യം ചെയ്യുന്നു അവർക്കൊക്കെ കൊടുക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ് എന്നുള്ളത്. സേവ് ആപ്പിലൂടെ വരുമാനം നേടേണ്ടത് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിലൂടെയാണ്. നിങ്ങൾ എത്രത്തോളം വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നോ അതിലൂടെ വരുന്ന റവന്യൂ ഷെയറാണ് നമുക്ക് കിട്ടുക. ഫാമിലി യൂസർക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കിട്ടുന്ന ഒരു വരുമാനമാണിത്. ഒരു ഫാമിലി യൂസർ ആകുമ്പോൾ നിങ്ങൾ 3 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 2100 രൂപ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അത് നിങ്ങൾ ഒരു പൂളിലേക്ക് മാറ്റിവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു സ്മാർട്ട് SBO ആവാനുള്ള അവസരം നമുക്ക് കിട്ടും. അത് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡൻ പൂൾ, ഡയമണ്ട് പൂൾ, പ്ലാറ്റിനം പൂൾ എന്നുള്ള 3 കാറ്റഗറിയിലായിട്ട് 3,12,000 rupees നോൺ വർക്കിംഗ് ഇൻകമായിട്ട് ലഭിക്കാനുള്ളൊരു അവസരമുണ്ട്. എത്രത്തോളം ആളുകൾ ഈ ഫാമിലി യൂസർ കാറ്റഗറിയിലേക്ക് വരുന്നു ആ ഒരു നമ്പർ അനുസരിച്ചാണ് ഇവിടെ വരുമാനം കിട്ടുക. അതുകൊണ്ട് ഒരു സ്പെസിഫിക് ടൈമിൽ നിങ്ങൾക്ക് ഈ വരുമാനം ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. എത്രത്തോളം ഫാമിലി യൂസേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു അതിനനുസരിച്ചുള്ള ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ ഫാമിലി യൂസേഴ്സിനെ റെഫർ ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു അവസരമാണ്. ലീഡർഷിപ്പ് ബോണസ്, ക്ലബ് ബോണസ്, CCM ബോണസ്, CCM ഇയർലി ബോണസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്ന സിസ്റ്റമാണ്. CCM എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റെക്കഗ്നിഷനാണ്. കോർ കമ്മിറ്റി മെമ്പർ ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫാമിലി യൂസർ ആവുക, 10 ഫാമിലി യൂസേഴ്സിനെയെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൻ്റെ 5% എക്സ്ട്രാ ലഭിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഇയർലി ബോണസ്, മൊബൈൽ റീചാർജിങ്, ബിൽ പേയ്മെൻറ്റ്സ് മുതലായിട്ടുള്ള യൂട്ടിലിറ്റി സർവീസസിലൂടെ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 10% CCM മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. 10% ഓഫ് ദ ഗ്ലോബൽ റവന്യൂ ഫ്രം ദ സേവ് കാർട്ട്. സേവ് കാർട്ടിലൂടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. ആ പ്രൊഡക്റ്റിലൂടെ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 10% CCM-നുള്ളതാണ്. CCM ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് സേവ് കാർട്ടിൽ ഒരു വെണ്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് സേവ് കാർട്ട് എന്നുള്ള മാർക്കറ്റ് പ്ലേസിലൂടെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ CCM ആയി മാറണം. DCM ബോണസ്, 10 CCM മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്ടേഴ്സ് ക്ലബ് മെമ്പർ ആവും. എക്സ്ട്രാ 10% ഓഫ് ദ മന്ത്ലി ഏർണിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ ആവാനുള്ള, കമ്പനിയുടെ മാനേജ്മെൻറ്റിലേക്ക് വരാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഡയറക്ടേഴ്സ് ക്ലബ് മെമ്പർ ആവുമ്പോൾ ലഭിക്കുന്നുണ്ടായിരിക്കും. യൂട്ടിലിറ്റി സർവീസിൽ നിന്നുള്ള വരുമാനം ഓരോ റീചാർജിങ് നടക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ബിൽ പേയ്മെൻറ്റ് നടക്കുമ്പോഴും 20% ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് ലഭിക്കും. നമ്മൾ റെഫർ ചെയ്ത വ്യക്തികൾ, അവർ റെഫർ ചെയ്ത വ്യക്തികൾ, അങ്ങനെ 20 ലെവൽ വരെ നമുക്ക് വരുമാനം ലഭിക്കുന്ന ഒരു അവസരമാണ്. ആ 20 ലെവലിൽ എവിടെയൊക്കെ റീചാർജ് നടക്കപ്പെടും ഓരോ ലെവലിലും നമുക്ക് 1% വെച്ചിട്ട് ഒരു ഫ്രീ യൂസർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ആക്റ്റീവ് യൂസർ ആണെങ്കിൽ അത് 2% ഇരട്ടിയായിട്ട് നമുക്ക് വരുമാനം മാറ്റാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ 2-3 പേർക്ക് ഇത് കൊടുത്ത് അവരും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 20ാമത്തെ ലെവലിൽ എത്തുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എല്ലാ മാസവും നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരാളോട് നിങ്ങൾ റീചാർജ് ചെയ്യൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു അത്യാവശ്യമായിട്ടുള്ള സർവീസാണ്. എക്സ്ട്രാ ചാർജൊന്നും കൊടുക്കാതെ റീചാർജ് ചെയ്യാൻ കഴിയുന്നതാണ് സേവ് ആപ്പിലൂടെ. ആ ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ ഓരോരുത്തർക്കും കഴിയും. അങ്ങനെ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 1% വെച്ചിട്ട് ഓരോ ലെവലിലും, അത് 20 ലെവലിലേക്ക് ഒരു ഫ്രീ യൂസർക്ക് 1 രൂപ പോലും മുതൽ മുടക്കാതെ വന്നിട്ട് ഒരു വ്യക്തിക്ക് കഴിയുമെന്നുള്ളതാണ്. ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ അത് 2% വെച്ചിട്ടായിരിക്കും ഓരോ ലെവലിലും കിട്ടുക. അപ്പോൾ നേരെ ഡബിളായിട്ട് ആ വരുമാനം മാറ്റാൻ കഴിയും. ഫാമിലി യൂസർ ആണെങ്കിൽ 3% ആണ് ഓരോ ലെവലിലും കിട്ടുക. അപ്പോൾ ആ വരുമാന സാധ്യതകളൊന്നും കൂടി ആലോചിച്ച് നോക്കുക. ഒരു ഫ്രീ യൂസർ ആവുന്നതിനേക്കാൾ എത്രത്തോളം ബെനിഫിറ്റാണ് ഒരു ഫാമിലി യൂസർക്ക് കിട്ടുക. ഒരേ എഫേർട്ടിന് ട്രിപ്പിൾ ഇൻകം ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ കിട്ടുക. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ തന്നെ സേവ് കാർട്ടിൽ ലിസ്റ്റഡ് ആണ്. ഇനിയും പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരാളെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർ വാങ്ങിക്കോളും. നിങ്ങൾ ചെയ്യേണ്ടത് വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക, ഇത് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി ഒരു പാസീവ് ഇൻകത്തിന് അവസരം ഉണ്ടാക്കുകയാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ റെഫർ ചെയ്തൊരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സേവ് കാർഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 20% നിങ്ങൾക്കുള്ളതാണ്. അതുപോലെ തന്നെ 20 ലെവലിലും 1%, 2%, 3% വെച്ചിട്ട് ഒരു ഫാമിലി യൂസർക്കാണെങ്കിൽ 3% വെച്ച് ഓരോ ലെവലിലും കിട്ടുന്നുണ്ടായിരിക്കും. ഫ്രീ യൂസർക്കാണെങ്കിൽ 1% ഉള്ളൂ. ഒരു ഫാമിലി യൂസറിൻ്റെ ഇൻകം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നിങ്ങളൊരു ഫാമിലി യൂസറായിട്ട് 2 പേർക്കെങ്കിലും ഇത് റെഫർ ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യണം നിർബന്ധമില്ല. ഒരു ഫാമിലി യൂസർ ആവണോ ആക്റ്റീവ് യൂസർ ആവണോ ഒന്നും നിർബന്ധമില്ല. നിങ്ങളൊരു ഫാമിലി യൂസറാണ്,
നിങ്ങൾ 2 പേർക്ക് ഇത് കൊടുത്തു എന്ന് വിചാരിക്കുക, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കൊടുത്തു. അവരൊരു റീചാർജ് മാസത്തിൽ 299 രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ആവറേജ് ഒരു 7 രൂപ കമ്പനിക്ക് വരുമാനം ലഭിക്കുന്നു എന്നുള്ള ഒരു അനുമാനം നോക്കുകയാണെങ്കിൽ 2 പേർക്ക് നിങ്ങൾ കൊടുത്ത് അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം 20ാമത്തെ ലെവലിൽ എത്തുമ്പോഴത്തേക്കും 4,40,000 മേലെയായി. ഒരാൾ പോലും 1 രൂപ പോലും മുടക്കി ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തിട്ടില്ല. അവർ സാധാരണ ചെയ്യുന്ന റീചാർജിങ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വരുമാനം സാധ്യതയാണ്. സേവ് കാർഡിലൂടെ കമ്പനിക്ക് ഒരു 100 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഫാമിലി യൂസർക്ക് ലഭിക്കുന്ന ഒരു ഇൻകം പൊട്ടൻഷ്യലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. 62 ലക്ഷത്തിൻ്റെ അധികമായിട്ടുള്ള വരുമാനം ഈ ഒരു എക്സാമ്പിളിൽ മാത്രം. ഇത് ഇങ്ങനെ തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതൊരു ചെറിയൊരു എക്സാമ്പിളാണ്. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഫാമിലി യൂസറായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. ഗ്ലോബൽ ഓട്ടോ പൂളിലൂടെയുള്ള 3,12,000 രൂപ നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുമാത്രമല്ല മൾട്ടിപ്പിൾ സ്ട്രീംസിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടിക്കൊണ്ടിരിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് മറ്റ് നെറ്റ്വർക്കിംഗ് കമ്പനികളുമായിട്ട് സേവ് ആപ്പ് ഡിഫറൻ്റ് ആണെന്ന് പറയുന്നത്? 27 വർഷമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ യൂണീക്ക് പ്രൊഡക്റ്റാണ് സേവ് ആപ്പ് എന്നുള്ളത്. സേവ് ആപ്പിനോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയൊരു വരുമാന സാധ്യത ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടി തരുന്നുണ്ട് സേവ് കാർഡ് എന്നുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ്. യൂട്ടിലിറ്റി സർവീസസ് ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സിസ്റ്റംസാണ്. ആക്റ്റീവ് യൂസർ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി യൂസർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം ഡബിളും ട്രിപ്പിളും ആയി മാറുന്നുണ്ട്. 100% ലീഗൽ ആൻഡ് ജെന്യുവിൻ കമ്പനിയാണ്. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കമ്പനിയോടൊപ്പമാണ് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുക. കാശ് കൊടുത്ത് നിങ്ങളൊരു ബിസിനസ്സുകാരനാവണമെന്ന് ഞാൻ പറയുന്നില്ല. ഫ്രീ യൂസറായിട്ടെങ്കിലും നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഫ്രീ യൂസറായിട്ടെങ്കിലും രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആക്റ്റീവ് യൂസറോ ഫാമിലി യൂസറായി മാറാം. ഫ്രീ ആയിട്ടൊരു ബിസിനസ് ഓണർ ആവാനുള്ള ഒരു അവസരമാണ് കമ്പനി തരുന്നത്. വരുമാനം കൂട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് യൂസറോ ഫാമിലി യൂസറോ ആവാം. അതല്ലെങ്കിൽ 1 രൂപ മുതൽ മുടക്കാതെയും ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓണറായി മാറാൻ കഴിയും. നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പല ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. ഇതൊരു യൂണീക്ക് പ്രോഡക്റ്റാണ്. മാർക്കറ്റിംഗ് ആൻഡ് കോമ്പൻസേഷൻ പ്ലാനും യൂണീക്കാണ്. സേവ് ആപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഹയസ്റ്റ് ഇൻകം ലഭിക്കാനുള്ള അവസരം കിട്ടും. വേൾഡ് വൈഡ് മാർക്കറ്റാണ്. നമുക്കിത് ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് ലോകത്തെമ്പാടും സേവ് ആപ്പ് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. നിങ്ങൾ ആകെപ്പാടെ ചെലവഴിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ് മാത്രമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാ മാസവും നിങ്ങൾ ഓരോ പർച്ചേസിങ് നടത്തിക്കൊണ്ടേയിരിക്കണം. പക്ഷേ സേവ് ആപ്പിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം ഇവിടെ തന്നെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തിട്ട് കമ്പനിക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഉപയോഗത്തിന് സേവ് ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാധാരണ ഗതിയിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലൊക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ്. എല്ലാ മാസവും ഇത്രയും പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും സേവ് ആപ്പിലൂടെ ഇല്ല. ഫാസ്റ്റ് പേ ഔട്ടാണ്. നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്നുള്ളതാണ്. സേവ് ആപ്പിൻ്റെ ബിസിനസ് പ്ലാൻ ഏകദേശം നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് സേവ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളൊരു ബിസിനസ് ഓണറായി മാറേണ്ടത് എന്നുള്ളത് കാണാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവും. അതിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്യാം. വേണ്ടിവരുന്ന ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ യൂസർ നെയിം. യൂസർ നെയിമിന് പകരം നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഉപയോഗിക്കാം. ഓർത്തിരിക്കാവുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അത് പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്നുള്ള ബോക്സിലും കൂടി അടിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഇമെയിലിലും വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സേവ് ആപ്പും സേവ് കാർട്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ലിങ്ക് ഫോർ സേവ് ആപ്പ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആപ്പ് എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാൾ ലിങ്ക് ഓപ്പൺ ആയി വരും. ഡൗൺലോഡ് ലിങ്ക് ഫോർ സേവ് കാർട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് കാർട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സേവ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആപ്പ് മൈ പേഴ്സണൽ ആപ്പ് ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ആണ് ഓപ്പൺ കാണിക്കുന്നത്. അതല്ലെങ്കിൽ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ഉണ്ടായിരിക്കും. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് ഉപയോഗിച്ച മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതേ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സേവ് കാർട്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. സേവ് കാർട്ടും നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ
സെർച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ രണ്ടാമത്തെയായിട്ട് സേവ് കാർഡ് വരുന്നുണ്ട്. ഇത് ഈ മൊബൈൽ ഫോണിൽ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇൻസ്റ്റാൾ കാണിക്കാത്ത ഓപ്പൺ എന്നുള്ളത് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുക എന്ന നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും വിജയിക്കാൻ കഴിയുന്ന നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു സേവ് ആപ്പ് ബിസിനസ് ഓണറായി മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിത വിജയം ഉറപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും.